ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ഒരു ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ ചിക്കൻ ഫ്രൈക്ക് അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈക്കൊക്കെ നല്ലൊരു റെഡ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇവിടെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കങ്ങനെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികൾ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ പെരിഞ്ജീരകപ്പൊടി അങ്ങനെയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ 3 സാധാരണ ചേർത്ത് കൊടുക്കാറുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഈ എല്ലാ മസാലയും ചിക്കനിൽ നന്നായിട്ട് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലകളൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ട ചേർത്തിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മസാലയൊന്നും എണ്ണയിൽ പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചിക്കന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവറിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഈ വിനീഗറിന് പകരമായിട്ട് നാരങ്ങനീര് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരിൻ്റെ പുളിക്കനുസരിച്ച് വിനീഗർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിൽ പുളിയോ അല്ലെങ്കിൽ ഉപ്പോ എരിയോ ഒക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാരിനേഷനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ തന്നെയാണ്. ചിക്കൻ്റെ എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ആ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലുതാകുമ്പോൾ ഇതിൽ മസാല പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ ചിക്കൻ്റെ പീസസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. അപ്പോൾ നമ്മൾ നാളെയൊക്കെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യണമെന്നുള്ളൂ വെച്ചാൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുൻപ് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇപ്പം ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുകയാണ്. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല പിടിക്കാനൊക്കെ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുൻപ് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ഡീപ്പ് ഫ്രൈ അല്ലാട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ചിക്കൻ പീസസിൻ്റെ ഒരു പകുതി ലെവലിൽ നിൽക്കുന്ന രീതിയിലുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പരന്നിട്ടുള്ളൊരു പാനാണ്. നിങ്ങളുടെ കയ്യിൽ കുഴിയുള്ള പാത്രം, അതായത് കുഴിയുള്ള പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വറുത്തെടുക്കുകയാണ് കൂടുതലും നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാം. ഈ ചിക്കൻ്റെ പീസസ് ഇനി നമുക്ക് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം.
പിന്നെ ഈ ചിക്കൻ ഫ്രൈയിൽ കറിവേപ്പിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കി എടുത്ത സമയത്ത് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിൽ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ്റെ പീസസ് നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ നമ്മളത് കുറച്ച് സമയമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഇത് ഇരിക്കും. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് മുട്ട ചേർത്തുകൊണ്ട് ഇതിലെ മസാലയൊന്നും അങ്ങനെ എണ്ണയിൽ പോയിട്ടില്ല. കറക്റ്റായിട്ടൊരു കോട്ടിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അധികം മസാലയൊന്നും എണ്ണയിൽ പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ്റെ പീസസ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടുള്ളൊരു മസാല വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. അത് വെറുതെ കഴിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുമ്പോൾ അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്